ഹലോ ഗൈസ്, കാവടി തുള്ളി ഓട്ടോക്കാരുടെ ഇത്രയും വലിയ സാഹസമൊക്കെ കണ്ട് വണ്ടർലേ പോകുന്ന വഴി ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. തിരിച്ച് ഇങ്ങനെ ഒരു അവസ്ഥയിൽ വരേണ്ടി വരുന്നു. ഒരുപാട് തവണ വണ്ടർലേ പോയിട്ടുണ്ടെങ്കിലും കയ്യിൽ ഈ ഇൻഫ്ലുവൻസർ ടാഗ് ഒക്കെ കെട്ടി ക്യൂ ഒന്നും നിൽക്കാതെ എല്ലാ റൈഡ്സിലും കയറി ഇറങ്ങുന്നതിന്റെ ആ ഒരു ത്രില്ല് ഒന്ന് വേറെ തന്നെയായിരുന്നു. ചെറുപ്പത്തിലൊക്കെ വണ്ടർലേ പോകുമ്പോൾ എനിക്ക് പല റൈഡ്സിലും കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഭയങ്കര പേടിയായിരുന്നു കേട്ടോ കയറാനായിട്ട്. അപ്പൊ എന്നെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും, ഇതൊരു റൈഡല്ലേ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ. പക്ഷെ എന്റെ പേടി എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇനി ഈ റൈഡ് എങ്ങനെ പൊട്ടി താഴെ വീണ് എനിക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ളതായിരുന്നു. വലുതായി കഴിഞ്ഞപ്പോ എന്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പേടിക്കണമെങ്കിൽ ഒരു ബുദ്ധി വേണ്ടെന്ന് പറയണ ആ ഒരു ബുദ്ധി എനിക്ക് നഷ്ടപ്പെട്ടതാണോ, അതോ ഞാൻ ഇനി ഒരു ധൈര്യശാലിയായി മാറിയതാണോ, അതോ ലൈഫിൽ വരാനുള്ളതൊന്നും വഴി തങ്ങില്ല, എങ്ങനെയായാലും നമ്മുടെ അടുത്തേക്ക് തന്നെ എത്തുന്നുള്ള തിരിച്ചറിവാണോ എന്നറിയില്ല. ഒരുവിധം എല്ലാ റൈഡ്സിലും കയറിയിട്ടും എനിക്ക് കാര്യമായ വലിയ പേടിയൊന്നും ആവണ്ടായിരുന്നില്ല കേട്ടോ. അത് ഏതായാലും നന്നായി. അതുകൊണ്ട് ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരുപാട് റൈഡ്സ് വണ്ടർലേ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഇത്തവണ പറ്റി. ഒരുപാട് തവണ പുറത്തുനിന്ന് കണ്ട് പേടിച്ച് കയറണമെന്ന് ചിന്തിക്ക് പോലും ചെയ്യാത്ത ഈ ഒരു ടവറിൽ കേറാൻ നേരത്തെ ഇത്തവണയും ചെറിയൊരു പേടി വന്നെങ്കിലും സംഭവം ഭയങ്കര കൂളാണ്. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. എന്തായാലും ഇതിൽ കയറിയ വല്യമ്മ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലാൻഡ് റൈഡ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നേരെ വെള്ളത്തിലോട്ട് ചാടി. വണ്ടർലയിലെ വേവ്സിൽ എത്തുമ്പോഴുള്ള അമ്മയുടെ ഈ ഒരു ചിരി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഇവിടുത്തെ ഈ പൂളും വേവ്സ് ഒക്കെ തന്നെയാണ്. അമ്മയുടെ ആ ഒരു ഹാപ്പിനെസ് കാണുമ്പോൾ ഞാനും ഭയങ്കര ഹാപ്പി ആവും. അതുകൊണ്ട് ഇത്തവണ കുറച്ചധികം സമയം പൂൾസിലും വേവ്സിലൊക്കെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. പണ്ട് കുളത്തിലൊക്കെ നീന്തിയതിന്റെ ഗുണം അമ്മയ്ക്ക് സ്വിമ്മിങ് അറിയാം ഗൈസ്. ഞാനൊരു മാസം പൂളിൽ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും വെള്ളത്തിൽ വീണാൽ ഞാൻ കയ്യും കാലിട്ട് അടിക്കുള്ളൂ. ചെറുതിലൊക്കെ ചേട്ടന്റെ കൂടെ പോകുമ്പോൾ ചേട്ടൻ ഇങ്ങനത്തെ റൈഡ്സിലൊന്നും കയറാൻ പറ്റാറില്ല. കാരണം കൂടുതലുള്ളവർക്കൊന്നും ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണ എനിക്ക് ധൈര്യമുള്ള കാരണം ചേട്ടൻ രക്ഷപ്പെട്ടു. അങ്ങനെ വണ്ടർല എക്സ്പ്ലോർ ചെയ്തൊരു ഡിജെയും കൂടി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിട്ടോ. പിന്നെ ഫസ്റ്റ് കണ്ട ഫോട്ടോ ഞങ്ങളുടെ വണ്ടി തന്നെയാണ്. തിരിച്ചു പോണ വഴിക്ക് ചെറുതായെന്ന് പറഞ്ഞതാ, ഞങ്ങൾക്കൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ വണ്ടി ഇപ്പൊ പഴയ കണ്ടീഷനിൽ തന്നെ ഉണ്ട്. അപ്പൊ ശരി, ടാറ്റ ബൈ ബൈ.